അതിരുകളില്ലാതവനിലുയരും ആത്മാവിനഭിഷേകമേ. അതിരുകൾ തീർക്കും അടിയനിലിന്ന് അഗ്നിയായി പടരണമേ. അതിരുകളില്ലാതവനിലുയരും ആത്മാവിനഭിഷേകമേ. അതിരുകൾ തീർക്കും അടിയനിലിന്ന് അഗ്നിയായി പടരണമേ. ആത്മാവേ വന്നു നിറയണമേ, അഭിഷേകാഗ്നി പടർത്തേണമേ. ആനന്ദമെന്നുമെനിക്കേകുവാൻ സാഗരമെന്നെ നയിക്കേണമേ. ആത്മാവേ വന്നു നിറയണമേ, അഭിഷേകാഗ്നി പടർത്തേണമേ. ആനന്ദമെന്നുമെനിക്കേകുവാൻ സാദരമെന്നെ നയിക്കേണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോനാഥനിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തപസ്സുകാലത്തിലെ ഒന്നാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. തപസ്സുകാലത്ത് കൂടുതൽ പ്രാർത്ഥിക്കാം, ഒപ്പം നമ്മുടേതായ ചില തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാം, കൂടുതൽ സുഹൃതങ്ങൾ അഭ്യസിക്കാം. സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ മദ്യപിക്കുന്നതോ വലിക്കുന്നതോ പുകവലിക്കുന്നതോ ഒക്കെ ആയ ചേട്ടന്മാർ അതിൽ നിന്ന് അകന്നു നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ പലരും തങ്ങളുടെ ദുശീലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള വലിയൊരു ശ്രമം ഈ തപസ് കാലത്ത് ചെയ്യാറുണ്ട്. കൂടുതൽ ഇതിൽ ശ്രദ്ധയൂന്ന കുറെ കൂടി നന്മയിൽ വളരാൻ നമുക്ക് ശക്തമായി പരിശ്രമിക്കാം. അതിനായി ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം എന്നും അനുഭവിക്കാം. നമ്മുടെ സഹോദരങ്ങളോട്, ദൈവത്തോട്, നമ്മോട് തന്നെ രമ്യതപ്പെട്ടുകൊണ്ട് ജീവിക്കാം. എല്ലാവരുമായി നല്ല ബന്ധം പുലർത്താം. വിശുദ്ധ ബലിയിലെ അനുതാപകർമ്മത്തിലേക്ക് പ്രവേശിക്കാം. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ് കർത്താവായ ദൈവം ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കും ദൈവം തമ്പുരാനോട് മാപ്പിരക്കാം. പ്രത്യേകമായി സഹോദരങ്ങളോട് രമ്യതപ്പെടാതെ എന്ന നിമിഷത്തെയോർത്ത് ദൈവത്തോട് മാപ്പിരക്കാം. നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ സുവിശേഷം പ്രഘോഷിക്കാതെ എന്ന നിമിഷത്തെയോർത്ത് ദൈവത്തോട് മാപ്പിരക്കാം. ചില പ്രലോഭനങ്ങളുടെ നടുവിൽ ദൈവത്തെ കൂട്ടുപിടിക്കാതെ എന്ന നിമിഷത്തെയോർത്ത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാതെ എന്ന നിമിഷത്തെയോർത്ത് ദൈവത്തോട് മാപ്പിരക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആണ്ടുതോറുമുള്ള തപസ് കാലത്തിലെ കൂദാശകളുടെ അനുഷ്ഠാനം വഴി ക്രിസ്തുവിൻ്റെ രഹസ്യം ഗ്രഹിക്കാൻ തക്കവണ്ണം ഞങ്ങൾ വളരാനും അനുയുക്തമായ ജീവിതശൈലി വഴി അതിൻ്റെ ഫലങ്ങൾ പ്രാപിക്കാനും ഇടയാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവം നോഹയോട് പുത്രന്മാരോടും അരുൾ ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്നും പുറത്തു വന്ന ജീവനോടുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കുവാൻ ഇടയാവുകയില്ല. ഭൂമി നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. ദൈവം തുടർന്ന് അരുൾ ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടി അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ നിന്ന് എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോകുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് ഉടമ്പടിയും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യം വിശ്വസ്തതയും അങ്ങ് അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിപ്പിക്കണമേ. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അങ്ങ് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി അവിടുന്ന് പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസ്സാക്ഷിക്കായി യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു ആകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടു മരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടുമാണ് ജീവിക്കുന്നത്. സുവിശേഷ ഗീതികൾ പാടാ
യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, സുവിശേഷ ഗീതികൾ പാടാം. യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേറും നവചനമായി നാം മാറും. ശക്തി ചൈതന്യങ്ങളേറും നവചനമായി നാം മാറും. ആ ആ ആ കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോനാഥനിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭ നമുക്കായി നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ, ഈ സുവിശേഷ ഭാഗത്തിലെ ഓരോ സെൻറ്റൻസും എടുത്തുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. അക്കാലത്ത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. കർത്താവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമി എന്ന് പറയുന്നത് ഏകാന്തതയുടെ ഇടമാണ്, പ്രലോഭനത്തിൻ്റെ ഇടമാണ്. ആത്മാവ് അവനെ അങ്ങോട്ടാണ് നയിക്കുന്നത്. ചില പ്രലോഭനങ്ങൾ ദൈവം നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഇടവരുത്തും. അത് നമ്മളെ വളർത്തുവാനാണ്, കുറെ കൂടി ശക്തരാക്കുവാനാണ്. ചില പ്രലോഭനങ്ങൾ നമുക്കുണ്ടാവണം, അതിനെ നമ്മൾ അതിജീവിക്കുകയും വേണം. എങ്കിൽ തീർച്ചയായും നമ്മൾ ശക്തരാകും. പഴയ നിയമത്തിൽ ആദത്തിനും ഹവ്വായിക്കും നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിക്കുവാനുള്ള പ്രലോഭനമുണ്ടായി. നമ്മുടെ ഈ ജീവിതത്തിൽ ചില പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കുക തന്നെ വേണം. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. ജീവിതത്തിൽ തീർച്ചയായും പരീക്ഷകൾ ഉണ്ടാകും. ദൈവപുത്രനായിട്ട് പോലും ക്രിസ്തുവിന് പരീക്ഷകളുണ്ടായി. പഴയ നിയമത്തിൽ അബ്രഹാത്തെ ദൈവം പരീക്ഷിച്ചു. ഈ പരീക്ഷയിൽ വിജയിച്ചത് കൊണ്ട് തന്നെയാണ് അബ്രഹാം ഇന്നും
വിശ്വാസത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. പരീക്ഷകൾ നമുക്കുമുണ്ടാവും. അതിൽ വിജയിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക തന്നെ വേണം. നമ്മുടെ ജീവിതത്തിലൊക്കെ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ ഇരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവൻ വന്യമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ സൂചിപ്പിക്കുകയാണ്. സാധാരണ മൃഗങ്ങളല്ല, വന്യമൃഗങ്ങൾ, വളർത്തു മൃഗങ്ങളൊന്നുമല്ല, വന്യമൃഗങ്ങളായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശുകളുടെ സമയമുണ്ട്, വേദനകളുടെ സമയമുണ്ട്. അപ്പോഴൊന്നും തളർന്നു പോകാതിരിക്കുവാൻ ക്രിസ്തു സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കുക. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സർവശക്തനായ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാവണം. എങ്കിൽ അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കും. കുരിശുകളൊന്നും പൂർണ്ണമായി ദൈവം എടുത്തു മാറ്റില്ല, മറിച്ച് അവയുടെ ഭാരം ലഘൂകരിക്കും. അവ ഏറ്റെടുക്കുവാൻ നമ്മളുടെ കരങ്ങൾക്ക് ശക്തി പകരും. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഒന്നിനും നമ്മളെ തളർത്താനാവരുത്. കാരണം ശക്തനായ ദൈവം, എല്ലാ പ്രശ്നങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാവണം. എങ്കിൽ ജീവിതത്തിൽ എന്തു വന്നാലും നമ്മൾ തളരില്ല, തകരില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകും. പലപ്പോഴും കേരളത്തെ അറിയപ്പെടുന്നത് ഒത്തിരി ആത്മഹത്യകൾ നടക്കുന്ന ഇടം എന്നാണ്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ആഴമായ വിശ്വാസം കൊടുക്കുവാൻ നമ്മൾ പരാജയപ്പെടുന്നു എന്നത് വാസ്തവമാണ്. ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം പല സ്ഥലങ്ങളിലും മതബോധനം പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. പല ഇടവകകളിലും മതബോധനം എങ്ങനെ നടക്കുന്നു എന്ന് കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരിചയത്തിൻ്റെ ഉറപ്പിൽ പറയട്ടെ, പല മാതാപിതാക്കൾക്കും മക്കൾക്ക് മതബോധനം കൊടുക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. മക്കൾക്ക് പലർക്കും പഠിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല. തിരിച്ചറിയാം, ഈ ഒരു ആഴമായ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഇതിൽ അടിയുറച്ച് വളരുവാൻ നമുക്ക് സാധിക്കണം. ആഴമായ ക്രിസ്തീയ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതെ തകരാതെ നിൽക്കുവാൻ സാധിക്കൂ. മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് വളർത്തുക, ആഴമായ വിശ്വാസം കൊടുത്ത് വളർത്തുക, ആഴമായ പ്രത്യാശ അവർക്കുണ്ടാവട്ടെ. എങ്കിൽ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്ത് യാതനകൾ വന്നാലും അവൾ തകരില്ല, തളരില്ല. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. സുവിശേഷം പ്രസംഗിക്കുക എന്നത് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും കടമയാണ്. അത് വാക്കുകളിലൂടെ ആവാം, പ്രവൃത്തികളിലൂടെ ആവാം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ വചനം പ്രഘോഷിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ചില ആൾക്കാരോർക്കും നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന വ്യക്തികളാണ്, എങ്ങനെ ഞാൻ വചനം പ്രഘോഷിക്കും? നമ്മളാകുന്ന മേഖലയിൽ നമുക്ക് വചനം പ്രഘോഷിക്കാൻ പറ്റും. ചെറിയൊരു ജോലി ചെയ്യുന്നവനാണെങ്കിൽ പോലും അവൻ അവൻ്റെ ജോലി വിശ്വസ്തയോട് ചെയ്യുമ്പോൾ അവൻ വചനം പ്രഘോഷിക്കുകയാണ്. അവൻ്റെ ജീവിതം വഴി അവൻ കാണിച്ചു കൊടുക്കുകയാണ് താൻ ക്രിസ്തു ശിഷ്യനാണെന്ന്. തൻ്റെ പ്രവൃത്തിയിലൂടെ അവൻ വചനം പ്രഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ വാക്കുകളിലൂടെ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റും. ഒരു ഓട്ടോക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഒരു വൈദികൻ പങ്കുവെച്ച അനുഭവമാണ്. ഇയാൾ ഓട്ടോ ഓടിക്കുമ്പോൾ തൻ്റെ ഓട്ടോയിൽ കയറുന്നവരോട് ഒരു വചനമെങ്കിലും പറയുമെന്നാണ് പറയുന്നത്. ഒരു വചനമെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കും. ചിലരൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ട്. പക്ഷേ താൻ അനുഭവിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ അയാൾക്ക് സാധിക്കില്ല. നമ്മൾക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാം നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. അനുതാപം ഓരോ ക്രിസ്തു ശിഷ്യനും ഉണ്ടാവണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, തെറ്റ് ചെയ്യും, തീർച്ചയാണ്. ആ തെറ്റുകളെക്കുറിച്ചുള്ള അനുതാപം നമുക്കുണ്ടാവണം. ഈ അനുതാപം ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാവണം. ഈ തപസ് കാലത്ത്
ഒത്തിരി പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കും, ഒത്തിരി ത്യാഗപ്രവൃത്തികൾ നമ്മൾ ചെയ്യും. ഇതൊക്കെ ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ആയിരിക്കണം. ഇപ്പോൾ ചിലരൊക്കെ ഭക്ഷണം ഉപയോഗിക്കുന്നത് ശരീരം നന്നാക്കാനാണെങ്കിൽ അത് കറക്റ്റായ രീതിയല്ല, ശരിയായ രീതിയല്ല. ദൈവരാജ്യത്തെ പ്രതി ഓരോ ചെറിയ ത്യാഗങ്ങളും പുണ്യപ്രവൃത്തികളും നമുക്ക് ചെയ്യാം. കുറെ കൂടി വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിനെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയുമില്ല. കർത്താവും ജീവിതദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ കാലയളവിലും നാം പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടവരാണ്. വിശിഷ്യ തപസ് കാലത്തെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ നമുക്ക് അർപ്പിക്കാം. ലോകരക്ഷനായ കർത്താവെ, നമ്മുടെ ആഗോള സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും അങ്ങയിലേക്ക് എത്തിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയും നയിക്കുന്ന ഞങ്ങളുടെ വികാരി ജോസ് അച്ഛനെയും സഹവികാരി പോളച്ചനെയും കൂടാതെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന മറ്റു വൈദികരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുക്കരത്താൽ കഴുകി വിശദീകരിക്കണമേ. ഞങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുകുടുംബത്തിൻ്റെ നാഥനായ യേശുവേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുകുടുംബത്തെ മാതൃകയാക്കി ജീവിക്കുവാനും മക്കളെ നേർവഴിയിൽ വളർത്തിക്കൊണ്ടുവരുവാനും വിശുദ്ധിയിലേക്ക് നയിക്കുവാനും അവരെ പ്രാപ്തരാക്കണമേ. കൂടാതെ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ സംഘടനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുവിഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവജനങ്ങളുടെ നാഥനായ യേശുവേ, ഞങ്ങളുടെ ഇടവകയുടെ എല്ലാ യുവജനങ്ങളെയും പ്രത്യേകിച്ച് ഇന്നേ ദിവസം യുവജനങ്ങൾക്കായി നടക്കാനിരിക്കുന്ന പ്രത്യേക ആരാധനയെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. തങ്ങളുടെ യൗവനത്തിൽ തന്നെ അങ്ങയെ തിരിച്ചറിഞ്ഞ് ജഡീക പാപങ്ങൾക്ക് അടിമപ്പെടാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
സൗഖ്യദായകനായ യേശുവെ, ഞങ്ങളുടെ ഇടവകയിൽ പലവിധ ക്ലേശങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പലവിധ പകർച്ചവ്യാധികളാൽ വിഷമിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആണിപ്പിടുത്തുള്ള കരങ്ങൾ നീട്ടി അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അന്ത്യവിധിയുടെ നാഥനായ കർത്താവെ, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ച വിശ്വാസികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കൂടാതെ പ്രാർത്ഥിക്കാൻ ആരോഗ്യമില്ലാതെ വേദനിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നിത്യ തേജസ് അവരുടെ മേൽ പ്രകാശിച്ച് അവരെ നിത്യതയിലേക്ക് നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങേ ജനം അങ്ങിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുയുക്തമായ പ്രാർത്ഥനകളിലൂടെ അവർ യാചിക്കാൻ മുതിർന്നത് അങ്ങേ കാരുണ്യത്താൽ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിത താലത്തിൽ സന്തോഷ സന്ദപ മാലിക കനിവോടെ സ്വീകരിക്കണമേ. വൈദികൻ തൻ തീരു കൈകളെ ഏന്തുന്ന പാവന പാത്രം പോ നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവമേ. കനിവോടെ സ്വീകരിക്കണമേ നിറയുമീ ജീവിത കാലത്തിൽ സന്തോഷ സന്ദപ മാലിക കനിവോടെ സ്വീകരിക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കാഴ്ചവെക്കാനുള്ള ഈ യാഗദ്രവ്യങ്ങൾ വഴി ധന്യമായ കൂദാശയുടെ തന്നെ ആരംഭം ആഘോഷിക്കുന്ന ഞങ്ങളെ അതിന് യഥോചിതം യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് 40 ദിവസം ഭൂമിയിലെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഉപവാസ അനുഷ്ഠാനത്തിൻ്റെ മാതൃക കാണിച്ചു തന്നു. പുരാതന സർപ്പത്തിൻ്റെ എല്ലാ കെണികളും തകർത്തുകൊണ്ട് തിന്മയുടെ പുളിപ്പിനെ പരാജയപ്പെടുത്താൻ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ യോഗ്യമായ മനസ്സുകളോടെ പെസഹ രഹസ്യം ആഘോഷിച്ചുകൊണ്ട് അവസാനം നിത്യപെസഹയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് അവിരാമം സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹി വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞക്കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനശാലയിൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു,
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോ, നീയൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ, നീ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാംസമായെൻ്റെ ഉള്ളിൽ തിരുജീവനേകുന്ന കരുണാമയ എന്നിൽ തിരുഭോജ്യമായി നീ വരൂ. ഈശോ, നീയൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ, നീ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന പൂ. വിടരാൻ കൊതിക്കും പൂവിൻ
ഈശോ നീയൻ ഉള്ളിലലിയുമ്പോൾ ആത്മീയ സൗരഭ്യമൊഴുകും. ഞാൻ സ്വർഗീയ സാന്നിധ്യം നുകരും. ഈശോ നീയൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസം പരിപോഷിപ്പിക്കുകയും പ്രത്യാശ വർദ്ധമാനമാക്കുകയും ഉപവി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനുള്ളതും സത്യവുമായ അപ്പമാകുന്ന അവിടുത്തെ തീക്ഷ്ണമായി ആഗ്രഹിക്കുവാൻ ഞങ്ങൾ പഠിക്കുകയും അങ്ങേ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കാൻ ശക്തരാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. അമ്മതൻ മക്കൾ വാത്സല്യം തേടി അമ്മതൻ ചാരി വന്നിടുന്നു. അമ്മതൻ മക്കൾ വാത്സല്യം തേടി അമ്മതൻ ചാരെ വന്നിടുന്നു. അമ്മേ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി മധ്യസ്ഥം ഏകിടണേ. അമ്മേ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി മധ്യസ്ഥം ഏകിടണേ. സൂര്യ തേജസ്സു പോലെ നിൻമുഖം വിണ്ണിലെങ്ങും പ്രഭ ചൊരിയും. സൂര്യ തേജസ്സ് പോലെ നിൻമുഖം വിണ്ണിലെങ്ങും പ്രഭ ചൊരിയും. അമ്മേ കരുണാനിധേ, ദൈവപുത്രൻ തൻ മാതാവേ, ദൈവപുത്രൻ തൻ മാതാവേ. അമ്മേ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി മധ്യസ്ഥം ഏകിടണേ. അമ്മേ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി മധ്യസ്ഥം ഏകിടണേ.